ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പതിവില്ലാതെ സൺഡേ ആണല്ലോ നമ്മുടെ വീഡിയോ വന്നേക്കുന്നത്. അപ്പം ഞാൻ ദീപാവലിക്ക് മുന്നേ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ്സും ചപ്പാത്തിക്ക് വേണ്ടുന്ന ഒരു മഷ്റൂം കറിയൊക്കെ എന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു ദീപാവലി ഒരുക്കവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്തതെന്നൊക്കെ ഒന്ന് കാണിക്കാം. ഇതിനോടകം തന്നെ നിങ്ങൾ മിക്കവാറും ഉള്ളവരെല്ലാം ഷോർട്സിൽ കണ്ടു കാണും അല്ലേ? അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. ഈ തേഴ്സ്ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ രാവിലെ ആമിയെ സ്കൂളിലൊക്കെ വിടണമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കോലമൊക്കെ ഒന്ന് വരച്ചിടുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് വിളക്കൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ആമിക്ക് രാവിലത്തെ ലഞ്ച് റെഡിയാക്കണം. ഞാൻ ഇന്നത്തെ ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. രസവും പൊട്ടറ്റോ ഫ്രൈയും ഓംലെറ്റും ആണ് അവർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതൊക്കെ ഒത്തിരി തവണ ഷെയർ ചെയ്തതുകൊണ്ട് ഇത്തവണ ഞാൻ അതൊന്നും കാണിക്കുന്നില്ലേ. പിന്നെ കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ചോദിച്ചായിരുന്നു കേട്ടോ, ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമോന്ന്. അപ്പം ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത് തന്നെ വീക്ക്ലി 3 days ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഡെയിലി വീഡിയോ ഇടുന്നത് ഒട്ടും പോസിബിൾ അല്ല. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് 3 വീഡിയോ തന്നെ ഇടുന്നത് കേട്ടോ. ഞാൻ ശ്രമിക്കാം, നടക്കുമെന്ന് അറിയത്തില്ല. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. പക്ഷെ എന്നാലും ലോങ് വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോസ് ഇടുന്നത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ. ആഴ്ചയിൽ 3 വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് മുന്നേയും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്, വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നു എന്നറിഞ്ഞതിൽ കേട്ടോ. ആ പേര് എനിക്ക് അറിയത്തില്ല, ഐഡിയിൽ പേര് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് പേര് പറയാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രമിക്കാം. പിന്നെ പുള്ളിക്കാരി പറഞ്ഞത് വീഡിയോസൊക്കെ എപ്പോഴും കാണാറുണ്ട്, എല്ലാ വീഡിയോസും കാണാറുണ്ട്, പക്ഷേ കമൻറ്റ് അങ്ങനെ ഇടാറില്ല എന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റ് ഇടുന്നതിൽ ഒന്നും വിചാരിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം. നിങ്ങൾ കമൻറ്റ് ഇട്ടാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാനുണ്ടോ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നൊക്കെ അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, ബർത്ത്ഡേ വിഷസോ മറ്റു കാര്യങ്ങളോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കാണല്ലോ, അതൊക്കെ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ്സ് ഇടുന്ന കാര്യത്തിൽ ആരും ഒന്നും വിഷമിക്കൊന്നും വേണ്ട. പിന്നെ നമ്മളെപ്പോഴും ഒരു ബോട്ടിൽ നെയ്യ് മേടിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ നെയ്വിളക്ക് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ക്ഷേത്രത്തിൽ പോയും വെക്കാറുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ എൻ്റെ ഹസ്ബൻഡാണ് വിളക്ക് വയ്ക്കുന്നത്, ഞാൻ വീട്ടിലാണ് വിളക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വീട്ടിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നെയ്വിളക്ക് വെക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് ദീപത്തെക്കുറിച്ച്, അതും നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ എപ്പോഴാണ് വെയിൽ വരുന്നത് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. കാരണം തുണികൾ ഉണക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. വാഷിംഗ് മെഷീനിലിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നൈറ്റ് ഞാനിങ്ങനെ വീടിനുള്ളിൽ തന്നെ വിരിച്ചിട്ടേക്കും. എന്നിട്ട് ഫാൻ ഇട്ടേക്കുമ്പോഴത്തേക്കും പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു തുണി വിരിക്കുന്ന ഒരു സ്റ്റാൻഡ് മേടിക്കണമെന്നുണ്ട്, കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെയും നടന്നിട്ടില്ല. അത് മേടിക്കാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കമ്പിയാണെങ്കിലാണ് അത് എടുത്തിട്ട് പ്രയോജനമുള്ളൂ. പിന്നെ റേറ്റ് കുറഞ്ഞതൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ 1-2 കടകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, ഓൺലൈനിലും ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്, ഒരു 10,000 ആ ഒരു റേഞ്ചിനൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് നല്ല ക്വാളിറ്റി നോക്കി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചധികം തന്നെ പൂക്കൾ മേടിച്ചായിരുന്നു കേട്ടോ. 1/2 കിലോ വെച്ച് ജമന്തിയും റോസും ഒക്കെ മേടിച്ചു, നമുക്ക് ദീപാവലിക്ക് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള സ്വീറ്റ്സ് ആണ്. ഇത് നന്ദിനി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും മധുരം ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ആമിക്ക് പിന്നെ തീരെ ഇഷ്ടമില്ല, സാധാരണ കുട്ടികളെ പോലെ അല്ല അവള്. അപ്പോൾ ഇവിടെ എനിക്കും അങ്ങനെ തന്നെയാണ്, കുറച്ചെങ്കിലും കഴിക്കുന്നത് ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞങ്ങൾ മേടിച്ചിട്ട് ഇതുവരെയ്ക്കും തീർന്നിട്ട് കൂടിയില്ല. പിന്നെ ഈ സ്വീറ്റിന്റെ പേര് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ആ വൈറ്റ് കളർ ബോൾസ് ഇല്ലേ, അതിനെ പറഞ്ഞത് ഗീർ എന്നാണ് പറഞ്ഞത് കേട്ടോ. അതിനകത്ത് ഗുലാബ് ജാമുൻ വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഈ ഒരു വൈറ്റ് കളറുള്ള സംഭവം. ആ ടേസ്റ്റ് വരുന്നത് നമ്മൾ പാൽഗോവയൊക്കെ കഴിക്കത്തില്ല, അതിന്റെ ഒരു സംഭവമാണ് കേട്ടോ. അതേ ടേസ്റ്റ് ആണ്. അകത്താണ് ഗുലാബ് ജാമുൻ ഇരിക്കുന്നത്. മാത്രമല്ല പുറത്ത് ഇതുപോലെ ഡെസിഗേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മധുരമായിട്ടാണ് കേട്ടോ തോന്നിയത്, അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് കഴിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് മത്ത് പിടിച്ച
പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണമൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിൽ 1-2 സ്നാക്സ് വീട്ടിൽ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുത്തത് തന്നെ. അപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി മധുരം ഇല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മാത്രമല്ല ആമിക്ക് തീരെ മധുരം ഇഷ്ടമില്ലാത്തതാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ബട്ടർ മുറുക്കും എരിവുള്ള മുറുക്കും ഒക്കെ ഉണ്ടാക്കാനാണ് ഇരുന്നത് കേട്ടോ. അവസാനം എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ 2 സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. ഇത് സിമ്പിളാണ്. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദയും വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ഇതാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എടുക്കുന്ന അളവ് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ. നമുക്കിതിന് വേണ്ടുന്നത് ഞാൻ ആശീർവാദിൻ്റെ ആട്ട ഉണ്ടല്ലോ, ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ടമാവ്, അത് ഈ ഒരു കപ്പിൽ 1 കപ്പ് നിറച്ചിങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കപ്പില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചായ ഒഴിക്കുന്ന കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് അതിലെടുത്താൽ മതി അളവുകൾ. എന്നിട്ട് ഒരു 1/2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. മൈദ ചേർക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്നറിയാം, പക്ഷേ ഈ സ്നാക്കിന് നമ്മൾ മൈദ ചേർത്താലാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഞാൻ വീറ്റ് ചിപ്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് സ്പൂൺ എടുക്കാൻ പറ്റത്തുണ്ട്, ഞാനൊരു ഏകദേശം അളവിന് ഇട്ടതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനും ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം ഞങ്ങളുടെ അളവിന് വളരെ കുറച്ച് മധുരം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ 2 സ്വീറ്റിന് ചേർത്തിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് പൗഡറാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 സ്വീറ്റിനും കൂടി ചേർത്തിട്ട് മൊത്തം 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1/2 കപ്പ് പഞ്ചസാര ഓരോ സ്വീറ്റിന് വേണ്ടിയിട്ടും പ്രത്യേകം എടുത്ത് പൊടിച്ച് ഇതിനോടൊപ്പം ചേർക്കുക. അതേപോലെ തന്നെ ഏലക്ക എടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 4 ഏലക്ക ചേർത്തത് 2 സ്വീറ്റിനും കൂടെ ചേർത്തിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 2 ഏലക്ക ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ഏലക്ക ചേർത്ത് കഴിഞ്ഞാലും വല്ലാത്തൊരു കുത്തലായിരിക്കും. അതുകൊണ്ട് 2 ഏലക്കയാണ് ഗോതമ്പ് സ്വീറ്റിന് വേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന മാവിൽ ഈ ഒരു എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു. ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടില്ല, പകുതിയാണ് ചേർത്തത് പഞ്ചസാര. പിന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. എന്തിനാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പ് പൊടിയും അതുപോലെ സോഡാപ്പൊടിയൊക്കെ ഇട്ടേക്കുമല്ലേ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് ആയതിനു ശേഷം കുറേശ്ശെ പച്ച വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അത് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചിരുന്നാലാണ് കറക്റ്റായിട്ട് വറുത്തെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ചേക്കാണ്. ഇനി അടുത്ത് നമുക്ക് റവ ലഡു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയും കൂടി നോക്കാം. അതിന് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അപ്പോൾ കുറച്ച് നട്ട്സും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ അത് വറുത്ത് മാറ്റിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ കുറച്ച് റവ ചേർക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം റവയാണ് ആദ്യം ചേർത്തത്. അപ്പോൾ അത് തീരെ ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നി. പിന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റവ ചേർത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന റവയാണ്, നാഗ ബ്രാൻഡിൻ്റെതാണ് എടുത്തേക്കുന്നത് ഞാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് ആയിട്ടുള്ള റവ ഉണ്ടെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറിയാൽ മതി, ഒത്തിരി കളർ മാറരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കയും ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ആ ഒരു പാനിൽ കുറച്ച് ചൂട് നിപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നത്. കാരണം ഇനി ഒരുപാട് ഇതിൽ കിടന്ന് റോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. ബ്രൗൺ കളർ ആവരുത്, ആവുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പാല്. ഞാൻ പാല് ചേർക്കാത്തതിൻ്റെ കാരണം ഇത് കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പാല് ചേർക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ പെട്ടെന്ന് കഴിച്ചു തീർക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചേക്കേണ്ടി വരും. ഞാനിത് പുറത്താണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതിലും പച്ചവെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ലഡു ആക്കി എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ റവ ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നുണ്ട്, കഴിക്കാൻ ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പകുതി എടുത്തൊന്ന് മിക്സിയിൽ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തേട്ടോ. അപ്പോൾ നിങ്ങൾക്ക്
വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഫൈൻ പൗഡറാക്കി എടുക്കാം. ആ മുന്തിരിയും നട്ട്സും ഒക്കെ ഈ റവയോടൊപ്പം ചേർന്ന് അരഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു കൺസിസ്റ്റൻസിയും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെള്ളത്തോട് കൂടി അരച്ചതാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് ഉള്ള ഒരു വറുത്ത് വെച്ചേക്കുന്ന റവയിൽ ഈ അരച്ച റവയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് റവ ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുമ്പോൾ നമുക്ക് കടിക്കാനായിട്ട് അത്ര സുഖം തോന്നിയില്ല. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് മൊത്തം റവയും ഇങ്ങനെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ റവ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉരുട്ടി ഉരുളകളാക്കി എടുക്കാം, പാലോ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചിട്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിതിൽ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്വീറ്റ് റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ദേ നമ്മുടെ ചപ്പാത്തി മാവുണ്ടല്ലോ, ചപ്പാത്തി അല്ല നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് പരത്തുന്നേക്കാളും കുറച്ചും കൂടി കട്ടി കൂട്ടിയാണ് പരത്തി എടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് കട്ടി കൂട്ടരുത്, അതുപോലെ തന്നെ ഒരുപാട് നൈസ് ആവുകയും ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ ഡയമണ്ട് കട്ടിൽ ഇങ്ങനെ പീസസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒത്തിരി കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലോട്ടുള്ള ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. മാത്രമല്ല നമ്മളിതിൽ ഓൾറെഡി സോഡാപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് ഞാനിത് ചുട്ടെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നിങ്ങനെ ഈ ഒരു ഷേപ്പിനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുഴിയുള്ളൊരു തവിക്കകത്തേക്ക് ഈ പീസസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എണ്ണയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കയ്യിൽ എണ്ണ തെറിക്കുന്ന കാര്യങ്ങളോ മറ്റ് അങ്ങനത്തെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് അകത്തോട്ട് ഇട്ടപ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പപ്പടം പോലെ പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നിങ്ങൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടാക്കി ഇട്ടേക്കണം. എന്നിട്ട് ഈ സംഭവങ്ങൾ പറക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ കുറേ ബാച്ചുകളായിട്ട് ഇത്രയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിൽ നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത അളവിന് അപ്പം നമുക്ക് അത്യാവശ്യം 2-3 ദിവസമൊക്കെ കഴിക്കാനുള്ള സ്നാക്ക് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്കൂളിൽ ആമി ഇപ്പോൾ സ്നാക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മധുരം അങ്ങനെ ഓവറായിട്ടൊന്നും ആയിപ്പോയിട്ടില്ല. ആമിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾ സ്കൂളിൽ സ്നാക്സിന് വേണ്ടിയിട്ട് ഇനി ഇത് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈം ആണിത് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ മൈദ പകുതി എടുത്താൽ മതി, ആട്ടമാവ് കൂടുതൽ എടുക്കുക. എന്നിട്ട് ഇതുപോലെ പഞ്ചസാര പൊടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മക്കൾക്ക് നിങ്ങൾ പുറത്തുനിന്നൊന്നും സ്വീറ്റ്സ് ഒന്നും മേടിച്ച് പൈസയൊന്നും കളയണ്ട, വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ വ്ളോഗിൽ വന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ റവ ലഡുവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം. ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ദീപാവലിക്ക് നിങ്ങൾ ട്രൈ ചെയ്യണം, മറക്കരുത്. പിന്നെ വേറെയും റെസിപ്പീസൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ, പക്ഷേ സമയം കിട്ടിയില്ല. മുറുക്ക് ഞാൻ ചിലപ്പോൾ ദീപാവലിയുടെ അന്നോ തലേന്നോ ഒക്കെ ചെയ്യാനാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്വീറ്റ്സ് ഒക്കെ തീർന്നു പോയി. അപ്പോൾ ആമിക്ക് മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബട്ടർ മുറുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ദീപാവലി വ്ളോഗിൻ്റെ വെനസ്ഡേ ആയിരിക്കും വ്ളോഗ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഷെയർ ചെയ്തേക്കാം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ സൺഡേ ഈ ഒരു വ്ളോഗ് വന്നതുകൊണ്ട് മൺഡേ ദീപാവലി ആയതുകൊണ്ട് ഞാൻ അന്ന് വീഡിയോ ഇടുന്നില്ല. അപ്പോൾ അടുത്ത വ്ളോഗ് വരുന്നത് ബുധനാഴ്ച ആയിരിക്കും. അപ്പോൾ അന്നത്തെ വ്ളോഗിൽ നമ്മുടെ ദീപാവലി വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അന്നത്തേൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ, ബട്ടർ മുറുക്ക് ചെയ്യുവാണെങ്കിൽ. പിന്നെ നമ്മുടെ വീടിനുള്ളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഞാൻ ഓണം കഴിഞ്ഞ സമയത്താണ് ഈ ഒരു സംഭവം മീഷോന്ന് ഓർഡർ ചെയ്തിരുന്നത്. ഈ മാരിഗോൾഡിൻ്റെ ഈ ഒരു ഹാരം ഇത് 5 വരുന്നൊരു സെറ്റായിരുന്നേ. അപ്പം ഞാൻ എടുത്തപ്പോഴത്തേക്ക് നല്ല റേറ്റ് കുറവായിരുന്നു. ആ സമയത്ത് എന്തോ ഓഫർ പോയ സമയമാണ്. റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതുപോലെ നമ്മൾ മേടിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ഓണ സമയത്ത് തന്നെ ഇത് മേടിച്ച് വീട്ടിൽ
വെക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ അന്ന് നടന്നില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് 5 പീസ് തന്നെ കിട്ടി. വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നതും ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഒരു ഡെക്കറേഷന് വേണ്ടി ഒരു ദീപാവലി സെറ്റപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചതാണ്. പിന്നെ രംഗോളിയൊക്കെ വരയ്ക്കുന്നെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ദീപാവലിയുടെ അന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ വരുന്ന വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ മേരി ഗോൾഡ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഇത്തവണ വീട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ഹാരമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ നമുക്ക് ഇത്തരം ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് വർഷത്തിൽ ഒരു തവണ ആയിരിക്കുമല്ലോ വരുന്നത്. നമ്മൾ മാക്സിമം വീടിനെ അതിനനുസരിച്ച് ഒരു തീമൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് പൈസയൊന്നും കൊടുത്തിട്ട് ആഡംബരം പോലെ കാണിക്കണമെന്നല്ല പറയുന്നത്. ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ മേടിച്ച് വെച്ചേക്കുന്ന ഈ ഹാരമൊക്കെ നമ്മൾ ഇതുപോലുള്ള ഫെസ്റ്റിവൽ ടൈമിൽ മാത്രമായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത വർഷമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ മടക്കി തിരിച്ച് നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് ഞാനൊരു പേസ്റ്റ് ബോർഡ് കവറിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. എത്ര വർഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ക്രിസ്മസ് സമയമാകുമ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കാറുണ്ട്. ഓണ സമയമാകുമ്പോൾ വീട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതല്ല. അപ്പോൾ അത് നമ്മൾ വീട്ടമ്മമാരായതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കതൊരു ബോറടി ആവേണ്ട. നമുക്കിങ്ങനെ വീടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടുമ്പോഴത്തേക്കും ഒരു ഹാപ്പിനെസ് കിട്ടും. നമ്മളറിയാതെ നമ്മൾ വീടിനെ സ്നേഹിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ദീപാവലിക്ക് എടുത്ത ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല, ഇത്തവണ മഞ്ഞ കളറാണ് എടുത്തത്. അപ്പോൾ അതൊന്ന് ആൾട്ടർ ചെയ്യണമായിരുന്നു കേട്ടോ. ആമിക്ക് ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹസ്ബൻഡിന് ഈവനിങ് ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ 1-2 എടുത്ത് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും. ചോറിൻ്റെ കൂടെ ഞാൻ അതാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് ചോറാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എൻ്റേതായ രീതിയിലുള്ളൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഡയറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ എനിക്ക് വണ്ണം കൂടുതലായും തോന്നുമ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല. പിന്നെ ഫുഡിൽ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ലോണം വെയിറ്റ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മഷ്റൂം കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്തു. പിന്നെ പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം പോയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി ചേർത്തിട്ട് ഒത്തിരി നേരം വഴറ്റുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഞാനത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ചപ്പാത്തി ചെയ്യുന്നത്. നമ്മളെപ്പോഴും ചപ്പാത്തി ചെയ്യുന്ന സമയത്തൊക്കെ ആദ്യം നമ്മൾ കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമേ തന്നെ കറി അങ്ങോട്ട് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ അങ്ങനെ റെഡിമെയ്ഡ് ചപ്പാത്തി മേടിക്കാറില്ല എന്നൊക്കെ അറിയാമല്ലോ. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി പരത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ദോശക്കല്ല് നല്ലോണം ചൂടാക്കി ഇട്ടേക്കണം. അതുപോലെ തന്നെ ഒരു 2-3 ചപ്പാത്തിയെങ്കിലും പരത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പണി കഴിയും. പിന്നെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ പുള്ളി വന്ന് ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്കും ചപ്പാത്തി വല്ലാതെ ഒന്ന് ഹാർഡായി പോവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ട് 2 സൈഡും ഇങ്ങനെ മാറ്റി മാറ്റി ചുട്ടെടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരുപാട് ഡാർക്ക് സ്പോട്ട് വീഴുന്നവരേക്കും വെയിറ്റ് ചെയ്യാതെ ഒന്ന് നമ്മൾ നല്ലൊരു പാത്രത്തിലേക്ക് അടച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ ഇതിനിടയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ എൻ്റെ സവാളയുടെ കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു. ഇനി നമുക്ക് കറി ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിനകത്ത് ബട്ടറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഞാൻ ഇതേപോലെ തന്നെ പനീറിൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഇത് പനീർ ബട്ടർ മസാല പോലത്തെ ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഫ്രഷ് ക്രീമോ മറ്റ് കസ്തൂരി മേത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇപ്പം മഷ്റൂമിലാണെങ്കിലും പനീറിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായി നുറുക്കി വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം എപ്പോഴും നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. ഒരു തവണ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത്
എടുത്തിട്ട് വേണമെങ്കിൽ ഒരു തവണ വെള്ളത്തിലൊന്ന് കഴുകാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, മഷ്റൂമിൻ്റെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. എക്സ്പയറി ഡേറ്റ് വാങ്ങിക്കുന്ന പാക്കറ്റിൽ എഴുതിയേക്കും. അത് അനുസരിച്ചിട്ട് ഡേറ്റൊക്കെ കഴിഞ്ഞതാണെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒത്തിരി ഫുഡ് പോയ്സൺ ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടാകുന്നുണ്ട് കുറേ പേർക്കൊക്കെ. റീസെൻ്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഷ്റൂം എപ്പോഴും സൂക്ഷിച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ മഷ്റൂം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ആ കൂട്ട് അരച്ച സമയത്തും കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകണം. പോയതിന് ശേഷമാണ് നമ്മളിത് കറി ഓഫ് ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഏറ്റവും മേലെ ഇരിക്കുന്നതിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡിന് ഓഫീസിൽ കൊടുക്കത്തില്ല. അപ്പോൾ അത് ഞാൻ തന്നെ കഴിക്കും. ഞാനോ ആമിയോ കഴിക്കും നൈറ്റ് കഴിക്കുന്ന സമയത്ത്. ഇടയ്ക്ക് വരുന്ന ചപ്പാത്തിയാണ് ഹസ്ബൻഡിന് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ അടുത്തുള്ള ഹോട്ട് ബോക്സിനകത്ത് വേറെ എന്തോ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ചുട്ട് വെച്ചത്. ഈ ഒരു പാത്രത്തിൽ ചുട്ട് വെച്ചാലും ഒത്തിരി നേരം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വലുതായിട്ട് അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങത്തില്ല. പിന്നെ നമ്മുടെ കറിക്കകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്തത്. അത് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേട്ടാ. നിങ്ങൾ എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തേക്കണം ഈ ഒരു സമയത്ത്. പിന്നെ നിങ്ങൾ കറി നന്നായിട്ട് തിളച്ച് പറ്റി വന്നതിന് ശേഷം ഒരിക്കലും മുളക് പൊടിയൊന്നും ചേർക്കരുത്. അപ്പോഴും നിങ്ങൾ കുരുമുളകാണ് ചേർക്കേണ്ടത്, കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കാരണം ആ ഒരു ടേസ്റ്റ് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയില, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അല്ലെങ്കിലും ഞങ്ങൾക്കത് അത്രയും ടേസ്റ്റ് ഇഷ്ടമില്ല. ഇതേ കറി തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് നിങ്ങൾ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഓരോ കറിക്കും ഏത് എണ്ണയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ ഏത് കറിയും ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, ദോശ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എന്തെങ്കിലും വെജിറ്റേറിയൻസിന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിൽ പോയേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദിവാലി വിഷസ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.